ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് വന്ന കുറച്ച് കമൻസിൻ്റെ കാര്യം പറയാനാണ്. ഏതാണ്ട് 400 പുറത്ത് കമൻസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻസ്റ്റയിലുള്ളവർ മാത്രം, ഫേസ്ബുക്കിൽ അങ്ങനെയൊന്നും വന്നില്ല. ഇൻസ്റ്റയിലുള്ളതിൽ വന്നതിൽ ഒരേ കമൻറ്റ് തന്നെ കുറേ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അതേപറ്റി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. വേറൊന്നുമല്ല, ഞാൻ നോർമലി എനിക്ക് വരുന്ന എൻ്റെ വീഡിയോസിനെല്ലാം വരുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കും. അതിൽ നല്ല കമൻസിനെല്ലാം നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കും. മോശം കമൻസിനെല്ലാം ഞാൻ അവർ കഷ്ടപ്പെട്ട് ചെയ്തതല്ലെങ്കിൽ അത്രയും ടൈപ്പ് ചെയ്യണമല്ലോ മെനക്കെട്ടിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ ലൈക്ക് കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോസിനങ്ങനെ ഒരുപാട് മോശമൊന്നും വന്നിട്ടില്ല. പക്ഷേ എല്ലാ വീഡിയോസിനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരെണ്ണം വരാറുണ്ട്. പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്തങ്ങ് വിടും. കാരണം എല്ലാ വള്ളിയും പിടിക്കേണ്ട കാര്യമില്ലല്ലോ, അതങ്ങ് പൊക്കോട്ടെ. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇതിലും രണ്ട് മോശമെന്ന് വിചാരിച്ചാൽ നമുക്കെന്ത് കൊള്ളുമെന്ന് വിചാരിച്ചാൽ അവരിട്ടതായിരിക്കാം. നമുക്ക് വിഷയമില്ല. നമ്മളിങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാവണം. കാരണം സൊസൈറ്റിയിൽ നിന്ന് പലതും പറയും, ഈവൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പലതും പറയും. അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇറങ്ങാൻ. അപ്പോൾ ആളുകൾ എന്തും പറഞ്ഞോട്ടെ, നമുക്കത് വിഷയമില്ല. നമ്മൾ ഓക്കെ, നമ്മൾ മനസ്സാക്ഷി അനുസരിച്ച് നമ്മൾ വേറെ ഒന്നല്ല ചെയ്യുന്നത്, ഓക്കെ എന്നുള്ളൊരു ചിന്ത. നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ, ഇല്ല അതിൽ അവർക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ നല്ല രീതിയിൽ പോകുന്നു. അപ്പം 10,000 നല്ല കമൻസ് വരുന്നതിനിടയ്ക്ക് 2 മോശം വന്നാൽ നമുക്കതൊന്നും ഏൽക്കില്ല. ഇതുവരെ എനിക്കത് വിഷയമില്ല. ഇപ്പോഴും നിലവിലും എനിക്ക് പറയുന്ന കാര്യത്തിലും വിഷയമില്ല. പക്ഷേ ഇതൊരു ക്ലാരിഫിക്കേഷൻ പോലെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കത് പറയണം അതേ പറ്റിയിട്ട്. എനിക്കത് പറയാനിട്ട് 2 ദിവസമായിട്ട് എനിക്ക് എന്താ വല്ലാത്തൊരു തരം ത്വര വരുന്നു പറയാനിട്ട്. അതായത് ഞാൻ എന്തായാലും കമൻസ് ഞാൻ വായിക്കാം. അപ്പോൾ ഒരേ കമൻസ് പല ആളുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിടുന്നത് കൊണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ട് മനസ്സിലാക്കി സഹി കെട്ടിട്ടാന്ന് തോന്നുന്നു ഏതോ ഒരു ഏതോ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പോലും മനസ്സിലാക്കാണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ആരാന്ന് പോലും എനിക്കറിയില്ല, അവരുടെ പേര് ഞാൻ പറയാം കേട്ടോ. അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ആക്ച്വലി എടുത്ത് പിൻ ചെയ്ത് കൂടെ കൊടുത്തു. ഇനി ഈ കമൻറ്റ് ഇടാൻ വരുമ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കട്ടെ, വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ലെങ്കിൽ ഈ കമൻറ്റ് വായിക്കുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ, അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാൽ പിൻ ചെയ്ത് വെച്ചു. എന്നിട്ടും കാര്യമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പോൾ ഈ കമൻറ്റ് ഇട്ടതിൽ ഫുൾ ആൾക്കാരും ഒരേ മൈൻഡോടെ ആയിരിക്കില്ല. ചിലർ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും വെപ്രാളത്തിൽ നിന്നപ്പോഴോ ധൃതിക്ക് നിന്നപ്പോഴോ കുറച്ച് നേരം ഒന്ന് കണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ വെപ്രാളത്തിൽ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാകാണ്ട്, എന്നാൽ കമൻറ്റിൻ്റെ സമയമുണ്ട്, നോട്ട് പോയിന്റ്. എന്നാലും അപ്പോൾ അവർ കമൻറ്റ് അങ്ങ് ഇട്ടതാണ്, നമുക്ക് സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് കണ്ട് തീർക്കാണ്ട് കമൻറ്റ് ഇട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കണ്ട് തീർത്ത് കാണും, പക്ഷെ അവർക്കത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ഐ മീൻ ദാറ്റ് ദൈവം കൊടുത്തു കാണില്ല. നല്ല വിഷമമുണ്ട് എനിക്ക് പറയുമ്പം, എൻ്റെ സൗണ്ടൊക്കെ ഇടറുന്നുണ്ട്. അത് എല്ലാവർക്കും ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കില്ല, നമ്മളത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ദൈവം അത് എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഭഗവാനെ കൊടുത്തിട്ടുണ്ടാവില്ല. അതപ്പോൾ ഞാൻ അതും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാറ്റഗറി, അവരാണ് ഹീറോസ്. മുഴുവൻ കാണും, വേണ്ടി വന്നാൽ വീണ്ടും കാണും, പിന്നെയും കാണും. എന്നിട്ട് പറ്റിയ സൈഡിൽ കൊടുന്ന് ചിരിക്കുകയും ചെയ്യും, ആസ്വദിക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് സാധനം ഇങ്ങനെ അങ്ങ് ജ്വലിച്ച് വരും. എന്താ മനസ്സിലായോ? ഞങ്ങളിങ്ങനെ അടയിരിക്കുന്നു, ഞങ്ങൾക്കും ഇതുപോലുള്ള കഴിവുകളുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ചിന്ത പ്രകാരം എല്ലാ മനുഷ്യർക്കും അവരുടേതായ എന്തെങ്കിലും കഴിവുണ്ട്. നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കി പുറത്തെടുക്കാനായിട്ടായിരിക്കും. ചിലപ്പോൾ കഴിവുകളെ ആരെങ്കിലും ആണിയടിച്ച് വരക്കാത്തിട്ടുള്ളതായിരിക്കാം, അതാണ് കൂടുതലും. മനസ്സിലായോ? അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ, മനസ്സിലായോ? അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതൊക്കെ കാണുമ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, തച്ചിലിരുന്നങ്ങ് ഇട്ട് വയ്ക്കും. നോക്കുമ്പം അതിലൊന്നും പറയാനില്ല, ഇങ്ങനെ നോക്കും, 3-4 വട്ടം നോക്കും, എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്കൊന്ന് പറയാൻ. ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു അവസാനം കണ്ടുപിടിച്ചെടുത്ത സാധനമാണ് എൻ്റെ അമ്മയുടെ ഇവിടെ ഇരുന്നൊരു മൈക്ക്. അതായത് സ്ക്രിപ്റ്റഡായ ഒരു സാധനം, ഒരു കോൺക്രീറ്റ് ചെയ്തൊരു സാധനം, അതിൻ്റെ ക്ലൈമാക്സ് വരെ കണ്ടിട്ട് അത് സ്ക്രിപ്റ്റഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും അവരിപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് വിട്ടു മാറുന്നില്ല. അവരവിടെ കൊണ്ട് എത്തിച്ച് നിർത്തിയേക്കും അവരുടെ തോട്ടിനെ. അതായത് ഞാൻ ശരിക്കും കാനഡയിൽ നിന്ന് വന്നൊരു വ്യക്തി, എൻ്റെ അമ്മ ഞാൻ വരുമെന്ന് അറിയാണ്ട് മൈക്കും വെച്ച് നിന്ന് മുറ്റമടിക്കുന്നു. മനസ്സിലായോ? ആ സ്ത്രീക്ക് എന്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ നിന്ന് മുറ്റമടിക്കേണ്ടത്? അതാണ് അവർ ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. സർപ്രൈസായിട്ട് മകൾ വരുമെന്നറിഞ്ഞിട്ടും ആ അമ്മ, ദാറ്റ് മമ്മി, മൈക്ക് വെച്ചുകൊണ്ട് നിൽക്കുന്നു. സർപ്രൈസ്, അതിന് മൈക്കിൻ്റെ ആവശ്യം എന്താണ്? അതാണ് അവർക്ക് ഈ സൊസൈറ്റിയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇനി ആ കമൻറ്റ് ഞാൻ വായിക്കാം, എനിക്കത് പറയണം. പക്ഷേ ഇതിനും 2 മോശം കമൻസ് വന്നു. പക്ഷെ അത് ഓക്കെ, ആയിക്കോട്ടെ, അതെനിക്ക് ഇഷ്ടമാണ്, ചെയ്തോട്ടെ, ആയിക്കോട്ടെ. പക്ഷേ ഇതിന്ന് എനിക്ക് പറയണം. ഇനി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതില്ലാത്ത മനുഷ്യരാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള മനുഷ്യരാണെങ്കിൽ, ഫസ്റ്റ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കാണൂ. സമയം കിട്ടുമ്പോൾ, അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റിൽ പോകുമ്പോഴേ സമയം കിട്ടില്ല, അപ്പോഴെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് കാണൂ. ഓക്കെ, നിങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ആ മൂന്നാമത്തെ കാറ്റഗറി, ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറിക്ക് വേണ്ടി ഞാൻ ക്ലാരിഫിക്കേഷൻ തരാം. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതേ അറിയുള്ളൂ. കാരണം അവരുടെ എല്ലാ കഴിവുകളെയും അവർ സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അടയ്ക്കപ്പെട്ട ഒരു വീടിനുള്ളിൽ അല്ലെങ്കിൽ അവരുടേതായ മറ്റ് ബാധ്യതകൾക്കുള്ളിൽ അവരിങ്ങനെ പെട്ട് കിടക്കുന്നു. ബാധ്യത എനിക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവരിങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും, പെട്ട് കിടക്കുന്ന ഫ്രസ്ട്രേഷൻ,
ദാറ്റ് ഫ്രസ്ട്രേഷൻ മേക്സ് ദം ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇനി ഗ്രാമർ മിസ്റ്റേക്ക് വന്നു. മെയ്ഡ് ദം ലൈക്ക് ദിസ്. ഓക്കെ, എനിക്ക് കമൻറ്റ് പറയണത് ഞാനിപ്പോൾ പറഞ്ഞുതരാവേ. ഫസ്റ്റ് വന്നത് അമ്മയ്ക്ക് മൈക്കുണ്ടല്ലോ. ഉണ്ട്, ഞാൻ കണ്ടുപിടിച്ചു. ആരും ഇതുവരെ കണ്ടുപിടിക്കാത്തത് ഞാൻ കണ്ടുപിടിച്ചു എന്ന്. അടുത്തത് ആദ്യം പറഞ്ഞത് ആലീസ് രജിത്ത് എന്ന് പറയുന്ന ആളാണ് അമ്മയ്ക്ക് മൈക്കുണ്ടല്ലോ കണ്ടുപിടിച്ചത്. അടുത്തത് രാജശ്രീ മിനി, സ്ക്രിപ്റ്റഡ്, നോട്ട് അറ്റ് സ്ക്രിപ്റ്റഡ്. അവരാണത് ആദ്യമായി കണ്ടുപിടിച്ചത്. ഇത് സ്ക്രിപ്റ്റഡ് ആണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല, പക്ഷെ രാജശ്രീ മിനിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ്, സർപ്രൈസ് കാണാൻ വന്ന അമ്മ മേപ്പിൾ മൈക്ക് കുത്തിയേക്കുന്നു. അതും ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല. അദ്ദേഹമാണ് നിസാം മാവുങ്കൽ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, മൈക്ക് വെച്ചാണല്ലോ അമ്മ മുറ്റമടിക്കുന്നത്. അമ്മയ്ക്കെന്താ മൈക്ക് വെച്ച് മുറ്റമടിച്ചാൽ? അമ്മയുടെ മൈക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണോ? ആണോ? ചെറുപ്പം മുതലേ ഉള്ളതാ. മറ്റേ സാധനം വന്നിട്ടുണ്ട്, പോയി തെണ്ടിച്ചിനോടെ ഇറപ്പേ. നോ കമൻസ്. സർപ്രൈസ് മൈക്ക് വെച്ചിട്ട് കാനഡയിൽ പോയിട്ടും വിവരം ആയിട്ടില്ല. അതൊന്നും നമുക്ക് കേൾക്കില്ല. മൈക്ക് നശിപ്പിച്ചു, അതുകൊണ്ട് ആ വീഡിയോ റീച്ച് ആയില്ല. 10 പേര് പോലും കണ്ടില്ല. മൈക്ക് നശിപ്പിച്ചു. ദേവുട്ടി നേരത്തെ പറഞ്ഞത് കാനഡയിൽ പോയിട്ട് വിവരം ആയിട്ടില്ല എന്ന് പറഞ്ഞ ബിനു തട്ടിലാണ്. തട്ടിൽ നോട്ട് പോയിന്റ് തട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റ്, മീ ക്യാം ലവർ. പേരെനിക്കറിയില്ല, ഞാൻ അക്കൗണ്ട് ഒന്നും എടുത്ത് എൻ്റെ ആവശ്യം സമയമില്ല. അടുത്ത കോണ്ടന്റ് ചെയ്യണം. മൈക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചേ ആവും. അടുത്ത് കണ്ടുപിടിച്ചു. സർപ്രൈസ് ആയിട്ട് അടുത്ത നാദിർഷ അഷ്റഫ്. സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് മൈക്ക് വെച്ച് കൊടുത്തു. മോളാണ് ഞങ്ങളുടെ ഹീറോ. ഫാൻസ് മൈക്ക്. ഞാനൊന്നും പറയത്തില്ല കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഫാൻസ്. കാനഡയിൽ നല്ല കടത്തിൽ നിന്ന് കയറി വന്ന പോലെ. കാനഡയിൽ നിന്ന് വരുന്നൊരു നോക്ക് കടത്തിന് കയറിക്കൂടെ? ചിലപ്പോൾ അമ്മയ്ക്ക് വല്ല മുറുക്കോ കപ്പലണ്ടി വാങ്ങിക്കാൻ കയറിയതാവാം. അവർക്കും ഇല്ലേ ചേട്ടാ ആഗ്രഹങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇത് സ്ക്രിപ്റ്റഡ് ആണ്. താങ്കൾക്ക് മനസ്സിലായി മറ്റേ കാറ്റഗറി മനസ്സിലായി കാണില്ലായിരിക്കും. എന്നാലും ഞാൻ പറയുവാണ്, കാനഡയിൽ നിന്ന് വന്ന കടത്തിന് കയറാം. ചിലപ്പോൾ കടത്തിന് കയറിയിട്ടായിരിക്കും വരുന്നത്. എല്ലാ കടകളിലും തിന്നുണ്ടല്ലോ. എന്നാലും ഞാനിവിടെ വീണ്ടും പറയുക, ഇത് സ്ക്രിപ്റ്റഡ് ആണ്. താങ്കൾക്ക് വേണ്ടി. ഇതാരാ പറഞ്ഞത്? കടത്തിനിരിക്കുന്ന ഏതോ ഒരാളാണ്. എല്ലാ കടത്തിനെ വെച്ച് കണ്ടു കാണും. ചിലപ്പോൾ ഞാൻ അമ്മയ്ക്ക് മുറുകൻ കപ്പലണ്ടി വാങ്ങാൻ കയറിയപ്പോഴേ കടത്തിനിൽ ഉണ്ടായിരുന്നായിരിക്കും. മറ്റേ കുറ്റിപ്പിടിയൊക്കെ വലിച്ച് മോഡേൺ നെസ്റ്റ് ഡിസൈൻസ്. കള്ളൻ. നെക്സ്റ്റ്, ആലിസ്ര നാച്ചുറൽ. മോൾ വരുമെന്നറിയാതെ മൈക്ക് വെച്ച് മുറ്റമടിക്കുന്ന അമ്മയാണ് എൻ്റെ ഹീറോ. അമ്മ ഫാൻസ് കളത്തിലിറങ്ങിയിരിക്കുന്നു. പുള്ളിക്കാരത്തായിരുന്നു ഫസ്റ്റ് ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചോ ഇതെന്താണ് ഇങ്ങനെ, മനസ്സിലായി കാണില്ലല്ലോ, പാവം ബുദ്ധിയില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടു കാണില്ലായിരിക്കും, ബിസി ഗേളായിരിക്കും വിചാരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, അമ്മ കഴിഞ്ഞ 2 വർഷമായിട്ട് മോളെ കാത്തിരുന്ന് സർപ്രൈസ് ആക്കാനാണോ മൈക്ക് വെച്ച് നടക്കുന്നത്? ആണോ? ഇപ്പം എനിക്കതാണ് ഉത്തരം. ആണോ? മൈക്ക് വെച്ച അമ്മ സൂപ്പർ. എൻ്റെ അമ്മ സൂപ്പറാ. Mothers whose children are away should always have mic, doesn't know when the surprise comes. ആണ്. മക്കൾ പുറത്ത് കഴിഞ്ഞാൽ അമ്മ മൈക്ക് വെച്ചാണ് നടക്കണം. പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി വല്ല പനിയും പിടിച്ച് ഒച്ചയില്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ എന്നാ ചെയ്യും? മൈക്ക് ഉണ്ടെങ്കിൽ പിന്നെ ആ കാറ്റെങ്കിലും കിട്ടും, മറ്റേതാണ് അതും കിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും മക്കൾ പുറത്ത് പഠിക്കാൻ പോയോ ജോലിക്കോ ചെയ്ത അമ്മമാർ 24/7 മൈക്ക് ഇവിടെ വെച്ചിട്ട് വേണം. ഓക്കെ, മൈക്ക് വെച്ചിട്ട് വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ജീവിതം അല്ലേ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ഏതോ മരത്തിൽ ആരോ എന്തോ പണി നടക്കുന്നു. ഓക്കെ, ദെൻ നന്നു റോസ്. ലഗേജ് ഒന്നും ഇല്ലടോ, കള്ളിയുടെ നോട്ടം ലഗേജിലോട്ടാ. പണ്ട് ഞാനും പറയുമായിരുന്നു, ആര് പുറത്ത് വിട്ടു വന്നാലും വരുമ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവരണേന്നോ. ഞാൻ ബിക്കറ്റെല്ലാം കൊണ്ടുവരണോ നോക്കാനാണോ? ലഗേജും വേണ്ട, ലഗേജ് മതി അവക്ക്, വേറെ ഒന്നും വേണ്ട. ലഗേജ് കൂട്ടുകാർ കൊണ്ടുവരുന്നെങ്കിൽ വിചാരിക്കുക. വീഡിയോ എടുക്കാൻ ഒരാളുണ്ടല്ലോ, എൻ്റെ ക്യാമറ ഡ്രോൺ വരുമോ? ആ ക്യാമറ പിടിച്ചിരിക്കുന്ന ആളുടെ ലഗേജ് ഉണ്ടെന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റഡ് കോണ്ടൻസ് ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് സെക്കൻഡ് കാറ്റഗറി. ദൈവം അറിഞ്ഞ് പ്രവർത്തിച്ചില്ല അവിടെ. ഓക്കെ, അമ്മയുടെ മാക്സിൽ മേക്ക് കണ്ടപ്പോഴാണ് സ്ക്രിപ്റ്റ് അല്ല എന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ശരിക്കും ഞാനൊരു കാനഡക്കാരി ആയാണ് അവൻ്റെ മുന്നിൽ. രാംകുമാർ ജേർട്ടൻ, രാംകുമാർ, അല്ലെങ്കിൽ ഞാനൊരു കാനഡക്കാരി ആയി മാറിയെന്നെ. അമ്മയ്ക്ക് മൈക്കുണ്ടല്ലോ. അവസാനം എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരാൾ എത്തിയിരിക്കുന്നു. ലേഖാഭദ്ര. സ്ക്രിപ്റ്റ് ആണെന്ന് അറിയാതെ കുറേ എണ്ണം എന്തൊക്കെയോ പറഞ്ഞു. ഞാനത് പിൻ ചെയ്തു. നത്തിങ് ഹാപ്പൻഡ്. എഗെയിൻ ആൻഡ് എഗെയിൻ ദേ വേർ കമൻറ്റഡ്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കിക്കോളൂ. ദാറ്റ് വാസ് സ്ക്രിപ്റ്റഡ്. ഞാൻ മുഹമ്മദ് പഞ്ചായത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ കാനഡ കണ്ടിട്ട് പോലുമില്ല. ചേട്ടൻ പറഞ്ഞ പോലെ കടത്തിണ്ണകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നും ഞാൻ കടയിൽ പോകും. ഒന്നും കിട്ടില്ല, മുറുക്ക് വാങ്ങാനെങ്കിലും ഞാൻ പോകും. ഓക്കെ, പാല് വാങ്ങാനെങ്കിലും പോകും.
കടത്തനകൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. കാനഡ ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണുന്ന ആർക്കെങ്കിലും എന്നെ കാനഡയിൽ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാസ്പോർട്ടും ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. കമൻറ്റ് തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും പേര് ഇങ്ങനെ പറഞ്ഞു. 400 സംതിങ്ങിന് ഇത്രയും ഞാൻ കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടി രാവിലെ ഒരു അരമണിക്കൂർ ഞാൻ കുത്തിയിരുന്നു കേട്ടോ. 3 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കും ഇതേപ്പറ്റി ഒന്ന് പറയണമെന്ന്. ഇപ്പോഴാണ് പറയാൻ കിട്ടിയത്. അപ്പം ഈ കമൻറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ. നിങ്ങൾക്ക് ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഇനി ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളും ഇത് കണ്ടോളൂ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കാൻ ഞാനുണ്ട് ഇവിടെ. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾ ഇഷ്ടം പോലെ കമൻറ്റ് ഇട്ടോളൂ. എനിക്ക് മനസ്സിലാവും. അതായത് ഒരാളിങ്ങനെ ചെയ്യുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ അവരെ ഉപദ്രവിക്കുകയോ സഹായിക്കുകയോ ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുന്നു. ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റുമല്ലോ, അപ്പോൾ നിങ്ങൾക്കും പറ്റും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നല്ല കമൻറ്റ്സ് ഇട്ട് തരാം. പറ്റുന്നത്ര ഞാൻ സഹായിക്കാം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾക്ക് കമൻറ്റ്സ് ഇട്ട് സഹായിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ സഹായിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് അത്രയേ ഉള്ളൂ. ഇനിയുള്ള എല്ലാ വീഡിയോസിലും എല്ലാവരും ഇങ്ങനെ കമൻറ്റ്സ് ഇടണം. എനിക്കിങ്ങനെ കമൻറ്റ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു തരം എന്തോ ഒരു അനുഭൂതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കമൻറ്റ്സ് ഇടുന്നതനുസരിച്ച് എൻ്റെ വീഡിയോസ് ഇങ്ങനെ റീച്ച് ആവും. അതെനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നല്ല കമൻറ്റ്സ് ഇട്ടവർക്കൊക്കെ വണക്കം, മോശം കമൻറ്റ്സ് ഇട്ടവർക്കും വണക്കം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.